നമസ്കാരം. ഇന്ന് കേരള നിയമസഭയിൽ വളരെ വാശിയേറിയ ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കാവുന്നതിൻ്റെ മാക്സിമം വെല്ലുവിളിച്ചു. പക്ഷേ വിചിത്രമായ കാഴ്ച അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന കാഴ്ച ഇതൊന്നും വരുന്നില്ല. നമ്മുടെ ശിവൻകുട്ടി സഖാവിൻ്റെ പ്രകടനമായിരുന്നു ഏറ്റവും അധികം ചിരിപ്പിക്കുന്നത്. ഈ പ്രശസ്തമായ മഴവിൽ കാവടി എന്ന് പറയുന്ന ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ ശിങ്കിടിയായിട്ട് അന്തരിച്ച പറവൂർ ഭരതൻ ഒരു നിൽപ്പുണ്ട്, വലിയ മീശയൊക്കെ വെച്ച്. അദ്ദേഹത്തിന് ഈ മീശ മാത്രമേ ഉള്ളൂ, എപ്പോഴും വളരെ മണ്ടനാണ്, കാര്യമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഈ സ്ട്രോങ് പില്ലറെ പോലെ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പുറകിൽ അദ്ദേഹം കാണും. ആ ഒരു രംഗമാണ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇന്നത്തെ നിയമസഭയിലെ ആ കയ്യാങ്കളിക്കിടയിൽ ഈ ശിവൻകുട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ ഓർമ്മ വന്നത് പാഡസ് കഫേലൈസോ വെച്ചുള്ള ചായക്കൊപ്പം വെച്ചുള്ള വാർത്തകൾ. ഇന്ന് ഈ ശിവൻകുട്ടി ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്നങ്ങ് വിറയ്ക്കുകയാണ്. ട്രോളന്മാർക്ക് എന്തായാലും ഇന്ന് ഉത്സാഹമാണ്. ഇത്രയും നല്ലൊരു വിരുന്ന് കഴിഞ്ഞ കുറേ നാളിനിടയ്ക്ക് ട്രോളന്മാർക്ക് വീണിട്ടിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുകയാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതിനെ കളിയാക്കുന്നതല്ല, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സുരക്ഷ തീർക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിരോധ കവചം തീർക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ ആരെങ്കിലും പതുക്കെ പിടിച്ച് നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ഈ കൈ ഇങ്ങനെ പൊക്കി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണമെങ്കിൽ ചോദ്യം ചെയ്യും, മിണ്ടാതിരിക്കണം എന്നൊക്കെ പറയും. അതിനുള്ള ആരോഗ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അതിനെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ ഈ പിടിച്ച് പുറകോട്ട് കളയുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ മാറിപ്പോടാ എന്ന് പറയുന്നതിന് പകരം പിടിച്ച് പുറകോട്ടാക്കി തെറിപ്പിക്കണേ. വളരെ വിചിത്രമായ അല്ലെങ്കിൽ വളരെ കോമഡി ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നത്. ഏതായാലും കേരളത്തിലെ സകലമായ ട്രോളന്മാരും ഇന്ന് ഈ ട്രോളിൻ്റെ പുറകെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി അല്ലെ ഈ ശിവൻകുട്ടിയെ പോലെ കഴിവില്ലാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയാക്കി. അപ്പോൾ അതിൻ്റെ ഈ എന്തെങ്കിലും കാണിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ എന്തെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ ശിവൻകുട്ടിയെ പോലുള്ള അല്ലെങ്കിൽ വീണാർ ജോർജിനെ പോലെയുള്ള ഈ കപ്പൽ മുങ്ങില്ല സാർ, ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയും മുഖ്യമന്ത്രി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരെയൊക്കെ ഓടിക്കുന്ന ഒരു ഗുണ്ടയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു തെരുവ് ഗുണ്ടയുടെയൊക്കെ രൂപത്തിൽ അതപ്പതിക്കുകയും ചെയ്തു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അർഹതയില്ലാത്തവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ വീട്ടിലുള്ളത്തുന്ന പട്ടിയെ പോലെ അവർ കുരച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണെന്ന് തോന്നുന്നു ഈ ശിവൻകുട്ടിയുടെ കാഴ്ച. വളരെ കോമഡി ആയിരുന്നു ഈ ശിവൻകുട്ടിയുടെ കാഴ്ച ഇന്നത്തെ കാണാനായിട്ട്. കൈയൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് കൈയൊക്കെ വിറയ്ക്കുകയാണ്. പക്ഷെ അതിനിടയിലും മുഖ്യമന്ത്രി വളരെ ഗോഗോ വിളിയും അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള ആ ഒരു കവലപ്രസംഗവും നിലവാരം വിളക്കുന്നതായിട്ടുള്ള ചർച്ചകൾ നിയമസഭാ സമ്മേളനം അല്ലെങ്കിൽ എൻ്റെ നിയമസഭയുടെ ക്ലിപ്പിങ്ങുകൾ ന്യൂസ് ചാനലിൽ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഈ തെരുവ് ഗുണ്ടകളും അല്ലെങ്കിൽ മാർക്കറ്റിൽ അടിയുണ്ടാക്കാൻ നടക്കുന്നവരൊക്കെ എത്രയോ ഭേദമെന്ന് തോന്നിപ്പോകും. നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന മാന്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പൊതുമണ്ഡലം അംഗീകരിക്കുന്ന നേതാക്കളാണ് ഇത്രയും ചന്ത വർത്തമാനം കാണിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെയാണ് ഈ നിയമസഭാ മന്ദിരമൊക്കെ അറിയപ്പെടുന്നത്. ആ ശ്രീകോവിലിന് ഇടയിലാണ് ഈ മുണ്ടുമുക്കി കാണിക്കലും ഈ പരസ്പരം ചീത്ത വിളിക്കലും. ഇന്ന് ഈ ഒരു പക്ഷേ ഇന്ന് കൂടുതൽ ഈ വാച്ചൊക്കെ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയില്ലെന്നെങ്കിൽ കയ്യാങ്കിലേക്ക് വരെ നീളാവുന്ന ഒരു സംഭവമായിരുന്നു ഇന്ന് നടന്നത്. അതിപ്പോൾ കേരള നിയമസഭയിൽ ഇതൊരു പുതിയ ചരിത്രമല്ലെങ്കിലും പക്ഷേ മറ്റുള്ള ആളുകൾ ഇത് വിദേശ ഇന്ത്യക്ക് പുറത്തുള്ള മാധ്യമങ്ങൾ വളരെ രസകരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹം വന്ന് നിൽക്കുന്നതും ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും അടിക്കാൻ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് തിരിച്ചടിക്കുന്നതും അല്ലെങ്കിൽ ഇദ്ദേഹം പിടിച്ച് പോയി അവരെ പോയി അടിക്കാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വിചിത്രമായ കാഴ്ചകൾ ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ വളരെ രസകരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ മലയാളികളെക്കുറിച്ച് പൊതുവേ കേരളത്തിനകത്ത് അല്ല ഇന്ത്യക്കകത്ത് നല്ല പേരാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് നേതാക്കൾ മലയാളികളെ പരിഹസരാക്കും. അവരൊക്കെ പറയും നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെയല്ലേ, അപ്പം നിങ്ങളുടെ സ്വഭാവമൊക്കെ ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള നേതാക്കളാണ് നമ്മളെ ഭരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇവർക്കാണ് നമ്മൾ കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കൂ. ഇതുപോലെ കീലേരി അച്ചുമാർ അല്ലെങ്കിൽ ഇതുപോലെ ഈ പറവൂർ ഭരതനെയൊക്കെ പോലുള്ള ആൾക്കാർ അദ്ദേഹം അവതരിപ്പിച്ച കോമഡി കഥാപാത്രം പോലുള്ള ആൾക്കാർ നിയമസഭയ്ക്ക് വേണമോ വേണ്ടായോ ഒന്നും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഉചിതമായിരിക്കും. പാഡ്സ് കഫേയിൽ വീണ്ടും കാണാം ചൂടുള്ള ചായക്കൊപ്പം.